പ്യാരി ഹിന്ദിയിൽ എല്ലാം ഷെയർ ചെയ്തിട്ടും ഓടിയും ചാടിയും സന്തോഷിച്ച് മൊത്തം ഒരു ഹാപ്പിനെസ് മൂഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു മൊമെന്റില് നല്ല സന്തോഷമാണ്. സന്തോഷം കാരണം അവരൊന്നിക്കല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള സാഫല്യം. പിന്നെ അവള് എന്തായാലും അടുത്ത വർഷം കല്യാണം ഉണ്ടാവുള്ളൂ, അതുവരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ വിട്ടു പിരിഞ്ഞ് പോകുമ്പോഴുള്ള വിഷമം അതുണ്ടാവും. ഫസ്റ്റ് കണ്ടത് ഇവിടെ കോവൂർ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചാറ്റിംഗ് ആയി, പിന്നെ നല്ല ഫ്രണ്ട്സായി. അതിൻ്റെ ശേഷം പിന്നെ മെല്ലെ മെല്ലെ റിലേഷനിലൊക്കെ ആയി. ഇപ്പം റിലേഷനിലായിട്ട് 7 വർഷത്തോളമായി. പിന്നെ ഇപ്പം ഇതാ ഞങ്ങളെ ഏറ്റവും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ എൻഗേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള എൻ്റെ പാരൻസിനോടും ഏട്ടൻ്റെ പാരൻസിനോടുമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തന്നതിന്. വീട്ടിൽ ആക്ച്വലി ഞാൻ എൻ്റെ പാരൻസിനോട് എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളപ്പം തന്നെ ഞാനൊരു ചെറിയ സൂചന വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്താ പറയുക, ആളെങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് അച്ഛൻ ഫുൾ സപ്പോർട്ട്, അച്ഛനും അമ്മയും ഏകദേശമൊക്കെ സപ്പോർട്ടഡ് ആയിരുന്നു ഫുള്ള് സ്റ്റാർട്ടിങ്ങിൽ. ഫ്രഷേഴ്സ് ഡേയിൽ അന്ന് അവർക്കൊരു ടാസ്ക് കിട്ടി, കപ്പിൾ ഡാൻസ് കളിക്കാൻ. കറക്റ്റ് അവർക്ക് രണ്ടുപേർക്കും കിട്ടും ചെയ്തു. അവരത് തകർക്കും ചെയ്തു. എല്ലാവരും അന്ന് ആ ബാച്ച് ഫുള്ള് ഫോക്കസ്ഡ് അവരായിരുന്നു. കാരണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ റിലേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയാ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പക്ഷെ പ്രത്യക്ഷ അങ്ങനെയല്ല പറഞ്ഞത്. പ്രത്യക്ഷ പറഞ്ഞത് ഞാൻ വന്നത് അവളുള്ളതുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ആങ്കർ ചോദിച്ചു അവൾ ആരാണ്, ഫ്രണ്ടാണോ? നോ, ഷീ ഈസ് മൈ ഗേൾ എന്നാണ് അവൻ പറഞ്ഞത്.